ഹലോ, ഇന്ന് വെണ്ടയ്ക്കയും മുട്ടയും വെച്ചിട്ട് അടിപൊളി ഒരു വറവ് തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഇതാ 2 മുട്ടയും അല്പം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി വെണ്ടയ്ക്ക കഴുകി ചെറുതായിട്ട് ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളകൊന്നും ചേർക്കുന്നില്ലേ. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതുപോലെ മുളകും ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക. ഇനി അതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. അങ്ങനെ ഉള്ളിയൊക്കെ ഇതാ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചതച്ച വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അങ്ങനെ അതൊക്കെ വഴന്ന് വരുന്ന സമയത്ത് നേരത്തെ മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അടച്ചു വെക്കുക. അങ്ങനെ ഇതാ വെണ്ടയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ അതിൻ്റെ ആ പശപ്പൊക്കെ മാറിയിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി അതിൻ്റെ നടുക്കായിട്ട് മുട്ട കൂടെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നടുക്ക് വശം ഇതുപോലെ മാറ്റിയതിന് ശേഷം അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി അത് നന്നായിട്ട് ഇളക്കി ഒന്ന് എടുക്കുക. ഇതുപോലെ എന്നിട്ട് തട്ടിപ്പൊത്തി അടച്ചു വെക്കാം. അങ്ങനെ ഇതാ ഒരു 5 മിനിറ്റിന് ശേഷം അടിപൊളി മുട്ടയും വെണ്ടയ്ക്കയും ആയിട്ടുള്ള തോരൻ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് തോരൻ. കണ്ടില്ലേ. അങ്ങനെ അടിപൊളി ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള വെണ്ടയ്ക്കയും മുട്ടയും വെച്ചിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.